തുമ്പപ്പൂ എന്നുള്ള പാട്ട് പലപ്പോഴും പല ആൾക്കാർ അതിൽ വെക്കുന്ന കമന്റുകൾ, അയക്കുന്ന കമന്റുകൾ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാട്ട് എത്രത്തോളം എത്രത്തോളം അതാണ് അവരിൽ എത്തിയിട്ടുണ്ട്. നമ്മള് സത്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നില്ല, പാടുമ്പോ നമ്മള് ചിന്തിക്കുന്നേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം. ഇങ്ങനൊക്കെ ഇങ്ങനത്തെ മേഖലകളിൽ ചെന്ന് തട്ടും എന്നുള്ളത്. അതെ. അപ്പൊ അത് ഒരു എന്താ പറയുക, ഒരു അത് നമുക്ക് ആർക്കും അറിയാത്തൊരു മാജിക് അതിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ഹീൽ ചെയ്യുന്നുണ്ട് മ്യൂസിക്. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയാൻ നമ്മള് മ്യൂസിക് അവിടെ ഒരു മാജിക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഉറപ്പായിട്ടുണ്ട്, അത് തേടിയുള്ള യാത്രയിലാണ്. ഉറപ്പായിട്ടുണ്ട്. പക്ഷെ നമുക്കത് എന്താന്ന് പറയാ മനസ്സിലാവില്ല. അപ്പൊ അതിന് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആശിച്ച് ചെയ്യുന്ന പല പാട്ടുകളും ഉണ്ടാവും. അത് നമ്മളിങ്ങനെ ഇപ്പൊ നമ്മളെ പ്രൊഡക്ഷൻസ് ഒക്കെ പലതും നമ്മൾ ഇത് ഭയങ്കര ഹിറ്റാവും എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ സിനിമയിൽ തന്നെയും ഹിറ്റാവും എന്ന് വിചാരിക്കുന്ന പല പാട്ടുകൾ ആയിരിക്കില്ല ഹിറ്റാവും, അല്ലാത്ത ചില പാട്ടുകളായിരിക്കും. അപ്പൊ അതിലെന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്താണ് ഏത് എലമെന്റ് ഒട്ടും പ്രതീക്ഷിക്കാതെ പോയി വന്ന പാട്ടായിരിക്കും ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൽ എന്തൊരു മാജിക് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്.